9ാം ക്ലാസ് കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് ഡിസ്ട്രിക്ട് സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു യാത്ര സംഘടിപ്പിച്ച് അത് വ്യവസായശാലകൾ, അതുപോലെ തന്നെ സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാനുള്ള ഒരു സ്കൂളിൽ നിന്നും 2 കുട്ടികൾ വീതം. അങ്ങനെ കൊട്ടുക്കര സ്കൂളിൽ നിന്ന് ഞാനും നബീൽ മോങ്കോവും കൂടി ഈ കേരള കാർഷിക സർവകലാശാല, വെറ്റിനറി സർവകലാശാല, അതുപോലെ തന്നെ പാൽ സംസ്കരണശാല മിൽമ, ഇതെല്ലാം സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പം അന്നാണ് യഥാർത്ഥത്തിൽ ടിഷ്യൂ കൾച്ചർ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഷീനറികൾ, ഉപകരണങ്ങൾ, അതിനെ തണുപ്പിക്കുന്ന പ്രക്രിയയെല്ലാം കാണുന്നു. യഥാർത്ഥത്തിൽ അത് ഇന്നും എൻജിനീയറിങ്ങിന് ക്ലാസ് എടുക്കുമ്പോൾ അധികവും പറയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പാൽ സംസ്കരണവുമായി ബന്ധപ്പെട്ട, കാരണം അന്ന് കണ്ട ഓർമ്മയിലുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ മറ്റു വ്യവസായങ്ങൾ എടുക്കാതെ ഇതാണ് എടുക്കുക. അതുപോലെ തന്നെ എംടെക്കിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ റെഫ്രിജറേഷൻ, തണുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണ് പഠിച്ചിരുന്നത് TKM-ൽ. ആ സമയത്ത് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളൊരു 10 ദിവസത്തേക്ക് സിഫ്നെറ്റ് എന്നുള്ള സ്ഥാപനത്തിലേക്ക്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന കൊച്ചിയിലുള്ള സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചു. മറൈൻ റെഫ്രിജറേഷൻ പഠിപ്പിക്കാൻ, കപ്പലുകളിൽ എങ്ങനെ ഈ മീനൊക്കെ തണുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു ഫിഷിംഗ് വെസലിൽ കപ്പലിലേക്ക് കടലിലൂടെ ഒരു 5-8 നോട്ടിക്കൽ മൈൽ അകലത്തിലേക്ക് പോയി മീൻ പിടിച്ച് ആ മീനിനെ നമ്മൾ തണുപ്പിച്ച് തിരിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ INS വിക്രാന്ത്, അതുപോലെ പല കപ്പലുകളിലും കയറിയിട്ടുണ്ടെങ്കിലും ഒരു കപ്പൽ യാത്ര നടത്തിയത് ആ ഒരു ട്രെയിനിങ് സമയത്ത് മാത്രമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് പിന്നീടും ഡെലിവർ ചെയ്യാവുന്ന ഒരുപാട് അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അധ്യാപകർ എന്നുള്ള നിലക്ക് നമ്മൾ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കാനുള്ള, ക്ലാസ് റൂമിന് അപ്പുറത്തേക്കുള്ള അനുഭവങ്ങൾ കൊടുക്കാനുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്.